ലോകചരിത്രത്തിന്റെ ഗതിവിധികൾ നിർണ്ണയിക്കുന്നതിൽ മിഡിൽ ഈസ്റ്റ് എന്നും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ പ്രദേശം എത്തി നിൽക്കുന്നത് കേവലം ഒരു പ്രാദേശിക തർക്കത്തിലല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിവരയ്ക്കാൻ ശേഷിയുള്ള ഒരു മഹാസംഘർഷത്തിന്റെ വക്കിലാണ്. ഇറാനും അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമാക്കുമ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധഭീതിയിലാണ്. ഈ സാഹചര്യത്തിൽ ചർച്ചയാകുന്നത് കേവലം സൈനിക നീക്കങ്ങൾ മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ചില നിഗൂഢ പ്രവചനങ്ങൾ കൂടിയാണ്. 16-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഫ്രഞ്ച് പ്രവാചകനും ഡോക്ടറിസ്റ്റുമായ നോസ്ട്രാഡമസ് 1555-ൽ പ്രസിദ്ധീകരിച്ച ലെസ് പ്രോഫെറ്റീസ് എന്ന ഗ്രന്ഥം ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിലെ വലിയ സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ വരികൾ പലപ്പോഴും യാഥാർത്ഥ്യമായതായി അദ്ദേഹത്തിന്റെ അനുയായികൾ അവകാശപ്പെടുന്നു. ഹിറ്റ്ലറുടെ ഉദയം, ഡയാന രാജകുമാരിയുടെ മരണം, 11/9 ഭീകരാക്രമണം എന്നിവയെല്ലാം അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങളെ അദ്ദേഹത്തിന്റെ ക്വാട്രെയിൻ 1.26 എന്ന ഖണ്ഡികയുമായാണ് പലരും ബന്ധിപ്പിക്കുന്നത്. അതിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: തേനീച്ചകളുടെ വലിയ കൂട്ടം രാത്രിയുടെ മറവിൽ ഉയർന്നു വരും, അവർ ശത്രുക്കളെ ആക്രമിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ വരികൾ ഇന്നത്തെ അത്യാധുനിക യുദ്ധരീതിയുമായി എങ്ങനെ ഒത്തുപോകുന്നു എന്നതും കൗതുകകരമാണ്. നോസ്ട്രാഡമസ് വിവരിച്ച തേനീച്ചക്കൂട്ടം എന്നത് ഇന്നത്തെ കാമിഗസ് ഡ്രോണുകളെ കുറിച്ചാണെന്ന് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നു. തേനീച്ചയുടെ സ്വഭാവം പോലെ തന്നെ ലക്ഷ്യസ്ഥാനത്ത് കുത്തിയതിനു ശേഷം നശിക്കുന്ന ഈ ഡ്രോണുകൾ ആധുനിക യുദ്ധകളത്തിലെ ഏറ്റവും വിനാശകാരിയായ ആയുധമാണ്. ഇന്നത്തെ ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഈ ഡ്രോണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു അത്യാധുനിക യുദ്ധവിമാനത്തിന് കോടിക്കണക്കിന് ഡോളർ ചിലവ് വരുമ്പോൾ വെറും $35,000 ചിലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം ഡ്രോണുകൾ ശത്രുവിന് വരുത്തുന്ന നാശനഷ്ടം വളരെ വലുതാണ്. ഇതിന്റെ പ്രവർത്തന രീതിയും വ്യത്യസ്തമാണ്. ഇവയെ വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ എന്നും വിളിക്കുന്നു. ലക്ഷ്യപ്രദേശത്തിന് മുകളിലൂടെ ഒരു നിശ്ചിത സമയം പറന്ന് നിരീക്ഷണം നടത്തുകയും കൃത്യമായി ലക്ഷ്യം കണ്ടെത്തിയാൽ അതിലേക്ക് ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നതാണ് ഇവയുടെ ശൈലി. അമേരിക്കൻ സൈന്യത്തിന്റെ ടാസ്ക് ഫോഴ്സ് സ്കോർപിയോൺ എന്ന യൂണിറ്റ് ഇത്തരം ഡ്രോണുകളെ പ്രതിരോധിക്കാനും ഉപയോഗിക്കാനും സജ്ജമാണ്. മറുവശത്ത് ഇറാന്റെ ഷാഹദ് സീരീസിലുള്ള ഡ്രോണുകൾ ലോകമെമ്പാടുമുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് പ്രചോദനമായി മാറിയിരിക്കുന്നു. ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വളർച്ച യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിക്കഴിഞ്ഞു. വലിയ സൈനിക സന്നാഹങ്ങൾ ഇല്ലാത്ത ചെറിയ ഗ്രൂപ്പുകൾക്ക് പോലും വൻ ശക്തികളെ മുട്ടുകുത്തിക്കാൻ ഇത് സാധിക്കും. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികൾ, ഹിസ്ബുള്ള, ഇറാഖിലെ ഷിയ സായുധ സംഘങ്ങൾ എന്നിവർ ഇന്ന് ഡ്രോണുകൾ തങ്ങളുടെ പ്രധാന ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് വലിയൊരു സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. രാത്രികാലങ്ങളിൽ നിശബ്ദമായി പറന്നുവരുന്ന ഈ യന്ത്ര തേനീച്ചകളെ കണ്ടെത്തുകയെന്നത് അത്യാധുനിക റഡാറുകൾക്ക് പോലും പലപ്പോഴും പ്രയാസകരമാണ്. നോസ്ട്രാഡമസ് പറഞ്ഞതുപോലെ രാത്രിയുടെ മറവിൽ എത്തുന്ന ഈ അപകടം ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവചനമായ 7 മാസത്തെ മഹായുദ്ധത്തെക്കുറിച്ചും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് വലിയൊരു രക്തച്ചൊരിച്ചിൽ നടക്കുമെന്നും അത് മാസങ്ങളോളം നീണ്ടു നിൽക്കുമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ഈ യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരാൻ കാരണമായേക്കാം. UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സാന്നിധ്യം ഇറാന്റെ കണ്ണിലെ കരടാണ്. അമേരിക്കൻ എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും മേഖലയിലെ എല്ലാ പാശ്ചാത്യ താൽപര്യങ്ങളെയും തങ്ങൾ തകർക്കുമെന്നുമാണ് IRGC നൽകുന്ന മുന്നറിയിപ്പ്. ഈ സംഘർഷം കേവലം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്നതിന്റെ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. കാനഡയുടെ പ്രധാനമന്ത്രിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞ വാക്കുകൾ ലോകം ശ്രദ്ധയോടെയാണ് കേട്ടത്. സഖ്യകക്ഷികളോടൊപ്പം നിൽക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരുപക്ഷെ നാറ്റോ രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടേക്കാം എന്നതിന്റെ സൂചനയാണ്. കാനഡയെ പോലുള്ള സമാധാനപ്രിയരായ രാജ്യങ്ങൾ പോലും സൈനിക നീക്കങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ സാഹചര്യം എത്രത്തോളം ഗൗരവകരമാണെന്ന് നമുക്ക് ഊഹിക്കാം. ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ യുദ്ധം ഭൂമിശാസ്ത്രപരമായ തർക്കങ്ങൾക്കപ്പുറം ലോക സാമ്പത്തിക വ്യവസ്ഥയും തകിടം മറിക്കും. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം സമുദ്ര വ്യാപാരത്തെ ബാധിക്കുന്നതോടെ ആഗോള വിതരണ ശൃംഖല തകരാറിലാകും. നോസ്ട്രാഡമസിന്റെ പ്രവചനങ്ങളെ എല്ലാവരും കണ്ണുമടച്ച് വിശ്വസിക്കുന്നില്ല. പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിന്റെ വരികൾ വളരെ അവ്യക്തവും ഒരേ സമയം പല അർത്ഥങ്ങൾ നൽകുന്നതുമാണെന്നാണ്. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെ പുരാതന വരികളുമായി പൊരുത്തപ്പെടുത്തുക എന്നത് മനുഷ്യസഹജമായ ഒരു കാര്യമാണ്. എങ്കിലും ഇന്നത്തെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഇത്ര കൃത്യമായ ഉപമകൾ ഉപയോഗിച്ചു എന്നത് ആരെയും ചിന്തിപ്പിക്കും. ഡ്രോണുകളെ തേനീച്ചകളെന്ന് വിളിച്ചത് വെറും ഒരു യാദൃച്ഛികതയാണോ അതോ ദീർഘവീക്ഷണമാണോ എന്നത് ഇന്നും നിഗൂഢമായി തുടരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഇന്നത്തെ സാഹചര്യം ലോക സമാധാനത്തിന് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും പുരാതന പ്രവചനങ്ങളും ഒരുപോലെ വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിലേക്കാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ബലപരീക്ഷണം ലോകക്രമത്തെ തന്നെ മാറ്റിയേക്കാം. യുദ്ധം ഒഴിവാക്കാനും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനും അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകാത്ത പക്ഷം
നോസ്ട്രഡാമസ് ഭയപ്പെട്ടതുപോലെ ഒരു വലിയ അന്ധകാരം ലോകത്തെ വിഴുങ്ങിയേക്കാം. ഈ യുദ്ധം വെറും ഒരു വാർത്തയല്ല, മറിച്ച് നമ്മുടെയെല്ലാം ജീവിതത്തെ ബാധിക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ഡ്രോണുകൾ എന്ന യന്ത്ര തേനീച്ചകൾ ഇനിയും എത്രത്തോളം വിനാശകാരിയാകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാട്ടിത്തരും.